എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് മോക്ക് ടുവിന്റെ ഇവാലുവേഷൻ ആണ്. നമ്മൾ ഓൾറെഡി മോക്ക് ടു നടത്തിയതാണ്. അതിന്റെ ഇവാലുവേഷൻ നിങ്ങൾ ഓൾറെഡി ആൻസർ ഷീറ്റ് സബ്മിറ്റ് ചെയ്തതാണ്. ആക്ച്വലി 20 പേർ ലിമിറ്റഡ് ഇവാലുവേഷൻ ആയിരുന്നു. 20 ആൻസർ കോപ്പീസ് ആണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതിലത്തെ ഏകദേശം 5-6 ആൻസർ കോപ്പീസ് നമ്മൾ ഓൾറെഡി ഇവാലുവേറ്റ് ചെയ്തതിന്റെ ഒരു ഡിസ്കഷൻ ആണ്. നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് തെറ്റ് വരാൻ ചാൻസ് കൂടുതലുള്ളത്, ഏതൊക്കെ ഭാഗത്താണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ചെറിയ വീഡിയോ അല്ല, കുറച്ച് ലെങ്തി വീഡിയോ ആണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്ക്രിപ്റ്റീവ് മോക്ക് ടെസ്റ്റ് 1 ഇതുപോലൊരു ഇവാലുവേഷൻ വീഡിയോ ചെയ്തതാണ്. ഏകദേശം 20 ആസ്പിറൻസ് നിങ്ങളുടെ ആൻസർ ഷീറ്റ്സ് നിങ്ങൾക്ക് മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ആ ഒരു മോക്ക് ടു നടത്തിയ സമയത്ത്, ലൈവ് സ്ട്രീം ചെയ്ത സമയത്ത് അത് ജോയിൻ ചെയ്തവരുടെയാണ് നമ്മൾ പ്രയോറിറ്റി കൊടുത്തിരുന്നത്. കാര്യം ലിമിറ്റഡ് ഇവാലുവേഷൻ ആകുമ്പോൾ എവിടെയെങ്കിലും സ്ക്രീനിങ് വേണമല്ലോ. നമുക്ക് ആദ്യം 10 പേരുടെ ഇവാലുവേറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ ആദ്യം കൊടുത്തിരുന്നത്. പിന്നെ അന്ന് ആ ഒരു സെഷൻ കംപ്ലീറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത ഏകദേശം 20 പേരോളം ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം നമ്മൾ ആൻസർ ഷീറ്റ് വാലുവേറ്റ് ചെയ്യുന്ന അവസ്ഥ ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 6 ആൻസർ കോപ്പീസ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ളതും ഈ ഒരു വീക്കെൻഡോട് ചെയ്തു തീർക്കണം എന്നാണ് പ്ലാൻ. ചിലപ്പോൾ ഡിലേ ആവാൻ ചാൻസ് ഉണ്ട്, എങ്കിൽ പോലും കഴിവതും നമ്മൾ ചെയ്തു തീർക്കുന്നതാണ്. അപ്പം ഇന്ന് ഒരു 6 to 7 ആൻസർ ഷീറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ബാക്കിയുള്ളത് നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ PDF ആയിട്ട് അപ്ലോഡ് ചെയ്യും. അതിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഓരോരോ കാര്യങ്ങൾ പറയും. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള PDF നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും. നമ്മളൊരു PDF നമ്മൾ ഇവാലുവേഷൻ്റെ നമ്മൾ റിമാർക്സ് കൊടുക്കുന്നതിനേക്കാളും കുറേ കൂടെ കോംപ്രഹെൻസീവ് ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് നിങ്ങളിപ്പം നിങ്ങളുടെ ആൻസർ കോപ്പി ഇതിനകത്ത് ഇല്ലെങ്കിൽ പോലും നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ, നിങ്ങൾ ഓൾറെഡി ഡിസ്ക്രിപ്റ്റീവ് മോക്ക് ടു ചെയ്തിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ, ഞാനിപ്പോൾ ഓൾറെഡി ക്വസ്റ്റ്യൻസ് ഇപ്പോൾ essay ചോദ്യം നിങ്ങൾ ഒരു സ്ക്രീനിൽ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോംപ്രിഹെൻഷൻ പാസേജ് ഉണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രസി ഉണ്ട്. പ്രസി ഇതുപോലെ തന്നെ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് ചെയ്തെടുക്കാവുന്നതാണ്. അത് നിങ്ങളൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. അറ്റ്ലീസ്റ്റ് essay ചെയ്തില്ലെങ്കിൽ പോലും പ്രസിയും കോംപ്രിഹെൻഷൻ നിങ്ങളൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ വീഡിയോ കാണുക. അപ്പം നിങ്ങൾക്ക് കുറേ കൂടെ കാര്യങ്ങൾ നിങ്ങളുടെ ഇപ്പം നമ്മൾക്ക് ബാക്ക് ഓൾറെഡി ഇവാലുവേഷൻ അല്ലെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്നുള്ള ഇവാലുവേഷൻ കഴിഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഇവാലുവേഷൻ വീഡിയോയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസ് നിങ്ങളുടെ കോംപ്രഹെൻഷൻ എന്തൊക്കെയാണ് തെറ്റുകൾ വരുന്നത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പം നിങ്ങൾ ആദ്യം അറ്റംപ്റ്റ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ കാണും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ഒരു മോണോട്ടോണസ് വീഡിയോ, വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു നിങ്ങൾക്കൊരു വാല്യൂ കിട്ടത്തില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എന്താ പറയുക, വളരെ ബോറിംഗ് ആയിട്ട് നിങ്ങൾ അധികം താമസിച്ചാൽ സ്കിപ്പ് ചെയ്ത് പോകും. അങ്ങനെയുള്ളവർ ഈ ഒരു വീഡിയോ കാണുന്നതായിരിക്കും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നത്. അല്ലാത്തവർ ജസ്റ്റ് ഇപ്പം കുറച്ച് സ്ലോയിലാണ് ഈ ഒരു വീഡിയോ പേസ് ചെയ്ത് പോകുന്നത്. നിങ്ങൾക്ക് ലെങ്തി ആയിട്ട് നിങ്ങൾക്ക് കുറച്ചും ബോറിംഗ് ആയിട്ട് പോകാൻ സാധ്യതയുണ്ട്. ഓൾറെഡി ആൻസർ ഷീറ്റ് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ഏതൊക്കെ ഭാഗത്താണ് തെറ്റ് വരുന്നത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഞാനിനി ഒരുപാട് ടൈം കളയുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ നമ്മുടെ പേപ്പർ ഡിസ്കഷനിലേക്ക് കിടക്കുവാണ്. നമ്മളിപ്പോൾ ആദ്യം essays നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകാം. ഇതിപ്പം നിങ്ങളിപ്പോൾ ഓൾറെഡി അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ പേപ്പർ സബ്മിറ്റ് ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും ഇത് പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും ബാധകമാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. കാര്യം essay സ്ട്രക്ചറിൽ എന്തൊക്കെ ഇഷ്യൂസ് വരണം അല്ലെങ്കിൽ വരേണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതിനകത്ത് നോക്കുവാണെങ്കിൽ ലെസൺസ് ലേൺ ഫ്രം ഹാൻഡ്ലിംഗ് COVID-19 പാൻഡമിക് ഇൻ കേരള എന്ന ടോപ്പിക്കിൽ വെച്ചിട്ടാണ് essay പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ essay ഞാൻ ജസ്റ്റ് ഈ ഒരു ഫസ്റ്റ് essay ഞാൻ ജസ്റ്റ് വായിച്ചു പോവാം. അപ്പോൾ അതിനകത്തുള്ള ഇഷ്യൂസ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം. നല്ല പോയിന്റ്സ് നമുക്ക് നോട്ട് ചെയ്ത് പോവാം. ഇനി എല്ലാ essays ഞാൻ ഇങ്ങനെ വായിച്ചു പോകത്തില്ല, അധികം ലെങ്തി ആക്കാൻ ഉദ്ദേശിച്ചില്ല. ഈ ഒരു ഫസ്റ്റ് essay ആണ് നമുക്കൊന്ന് വായിച്ചു പോവാം. Kerala, the state which is generally termed as God's own country, has successfully tackled the pandemic COVID-19. The Kerala model recovery process has achieved international level of appreciation. ഇത് കുഴപ്പമില്ലാത്തൊരു ഇൻട്രഡക്ഷൻ ആണ്. ഇതിപ്പോൾ എന്താ പറയുക, ഒരു പോസിറ്റീവ് ലൈറ്റിൽ തുടങ്ങുന്ന ഒരു ഇൻട്രഡക്ഷൻ ആണ്. കേരളത്തിൽ നമ്മൾ എസ്പെഷ്യലി ഫസ്റ്റ് വേവ് കഴിഞ്ഞ സമയത്ത് കേരളം വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്നു. ആ ഒരു ലൈൻ ഓഫ് തോട്ടാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കുഴപ്പമില്ല, നല്ലൊരു ഇൻട്രഡക്ഷൻ ആണ്. ഇപ്പോൾ എസ്പെഷ്യലി സെക്കൻഡ് ലൈൻ കേരള മോഡൽ റിക്കവറി പ്രോസസ് ഹാസ് അച്ചീവ്ഡ് ഇന്റർനാഷണൽ ലെവൽ ഓഫ് അപ്രിസിയേഷൻ. അപ്പം അത് വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആവും. ഇപ്പം നമ്മൾ എന്താ പറയുക, ഇതിനകത്ത് കൊടുത്തിരുന്ന ഫസ്റ്റ് പോയിന്റ്, അതായത് സക്സസ്ഫുള്ളി ടാക്കിൾ ദ പാൻഡമിക് COVID-19 എന്നത് കുറച്ചൊരു എന്താ പറയുക, കുറച്ച് സബ്ജക്റ്റീവ് ആണ്. ഇപ്പം എല്ലാവരും ഒന്നും അംഗീകരിക്കണമെന്നില്ല. കേരളം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഓക്കെയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കേരളം ഇപ്പം നമ്മൾ പൂർണ്ണമായിട്ട് ഇതിനെ ടാക്കിൾ ചെയ്തെങ്കിൽ ഇപ്പോഴും ഇവിടെ കേസസ് ഉണ്ടാവത്തില്ലല്ലോ.
ഇപ്പം ഈ ഒമിക്രോൺ വന്നതിന് മുമ്പൊക്കെ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 ആഴ്ച മുമ്പ് വരെ കേരളമായിരുന്നു ഇപ്പം കേസുകളുടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു. അതിപ്പം അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അതിപ്പം അതിനെപ്പറ്റി ഞാൻ കൂടുതൽ ചർച്ച ചെയ്തു പോകുന്നില്ല. സക്സസ്ഫുള്ളി ടാക്കിൾ COVID-19 എന്ന് പറയുന്നത് കുഴപ്പമില്ല. ഇപ്പം എല്ലാ എക്സാമിനൊന്നും എല്ലാം സെയിം പോയിന്റ് ഓഫ് വ്യൂ ആവണമെന്നില്ല. സോ കുറച്ചും കൂടെ ഒരു മോഡറേറ്റ് രീതിയിൽ ഫസ്റ്റ് പറയുന്നത് കേരള മോഡൽ റിക്കവറി പ്രോസസ് ഹാസ് അച്ചീവ്ഡ് ഇന്റർനാഷണൽ ലെവൽ അപ്രീസിയേഷൻ, അതൊരു സ്റ്റാർട്ട് ചെയ്യുക കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. എൻ്റെ ഒരു സജഷൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ കേരള സെക്കൻഡ് പാരഗ്രാഫിൽ കിടക്കുമ്പോൾ കേരള ഇസ് വൈഡ്ലി നോൺ ഫോർ ഇറ്റ്സ് ലിറ്ററസി ഗവർണൻസ് ആൻഡ് സാനിറ്റേഷൻ ആൻഡ് മെനി അതർ പ്രോഗ്രസീവ് മെഷേഴ്സ്. നല്ലൊരു പോയിന്റ് ആണ്. ഡ്യൂറിംഗ് ദ ടൈം ഓഫ് COVID-19 pandemic, our government has given complete support for the people of Kerala. The outbreak of pandemic was in February 2020. As a preventive measure, our government has called out for lockdown process that has helped to reduce the spreading of COVID-19. എസ്പെഷ്യലി ഡ്യൂറിംഗ് ഇനീഷ്യൽ സ്റ്റേജസ്. അങ്ങനെയാണെങ്കിൽ ആഡ് ചെയ്യാനും കുഴപ്പമില്ല. ഇപ്പം ഒരു കഥ പറഞ്ഞു പോകുന്നതിൽ കുഴപ്പമില്ലാത്തൊരു പാരഗ്രാഫാണ്, ഇൻട്രൊഡക്ഷൻ അല്ലേ, അല്ലെങ്കിൽ സെക്കൻഡ് പാരഗ്രാഫ് തുടങ്ങുമല്ലേ. People of Kerala stand united against the outbreak like we stood against flood occurred in 2018. Adane okay. People belong to medical sector, media, government and so on very efficiently participated on various procedures under the supervision of our government. ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ, അത് നല്ലൊരു പോയിന്റ് ആണ്. നമുക്ക് നല്ലൊരു ഇമ്പാക്റ്റ് ആയിരുന്നു ആ പർട്ടിക്കുലർ ക്യാമ്പയിൻ. ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ was introduced. This message was clearly conveyed to people as a first step. അതൊക്കെ ഓക്കെ. Various control was opened. Control rooms opened in the district. The carriers were isolated. അങ്ങനെ നമ്മൾ മെഷേഴ്സ് ആണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞു പോകുന്നത്. പ്രോപ്പർ സാനിറ്റേഷൻ മെഷേഴ്സ്. പിന്നെ കുടുംബശ്രീ യൂണിറ്റ്സ് ഇൻ കേരള, അടുത്ത പാരഗ്രാഫാണ്. ഇൻ കേരള played a major role during the pandemic. Community kitchens, അതൊരു നല്ലൊരു പോയിന്റ് ആണ്. Distributing food facilities at a community-based approach. A community-based approach under the leadership of local governments, especially village panchayat, municipalities and corporations was initiated. Mass public wearing of mask was encouraged during the pandemic season. This is what we can see a united way of tackling the COVID-19 pandemic. Kerala model has very efficiently carried out successful government. Okay, ഇത് കൺക്ലൂഡ് ചെയ്യാണ്. ഇതിപ്പം ഞാൻ 400 വേർഡിന്റെ എസ്സേ ആണ് പറഞ്ഞിരുന്നത്, അതുകൊണ്ട് കുറച്ചും കൂടെയൊക്കെ പോയിന്റ്സ് ആഡ് ചെയ്യാം. കുഴപ്പമില്ല. ഇപ്പൊ ആ ഒരു ടൈം ലിമിറ്റിൽ എഴുതുമ്പോൾ ഓവറോൾ ഒരു ഗുഡ് എസ്സേ ആണ്. വെരി ഗുഡ് എന്നോ എക്സലന്റ് എന്ന് പറയാൻ സാധിക്കത്തില്ല. അപ്പൊ ഇതിലെ ഇഷ്യൂസ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ലെസൺസ് ലേൺ ഫ്രം ദി ഹാൻഡ്ലിംഗ് ഓഫ് COVID-19 പാൻഡമിക് കേരള എന്ന് ചോദിച്ചിരിക്കും. കേരള റിലേറ്റഡ് ആയിട്ട് സ്പെസിഫിക് ആയിട്ട് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്, നല്ല കാര്യമാണ്. പക്ഷേ ഇതിപ്പം ഈ ഒരു എസ്സേ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാതെ നമ്മൾ വായിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന പറഞ്ഞാൽ എഫേർട്സ് ടേക്കൺ ബൈ കേരള ടു ഡീൽ വിത്ത് COVID-19 പാൻഡമിക് എന്നൊരു ചോദ്യമാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു എസ്സേ പെർഫെക്റ്റ് ആണ്. ഇപ്പം നമ്മൾ ആ ഒരു പാൻഡമിക് അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ്ലിങ്ങിൽ നിന്നും പഠിച്ച കാര്യങ്ങൾ ലെസൺസ് ആണ് ചോദിക്കുന്നത്. സംവാട്ട് റിലേറ്റഡ് ആണ്, പക്ഷെ കുറച്ചും കൂടെ സ്പെസിഫിക് ആക്കാം, കുറച്ചും കൂടെ ക്ലിയർ ആക്കുവാണെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യനായിട്ട് കുറച്ചും കൂടെ അലൈൻഡ് ആയ കുറേ കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പം ഇതിപ്പം ഫുള്ള് കേരള ഗവൺമെന്റ് ചെയ്ത സ്റ്റെപ്പുകളെ നമ്മൾ പ്രശംസിക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷെ ഒരുപാട് ഇഷ്യൂസും ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഡ്രോബാക്സും ഉണ്ട്. അപ്പൊ ലെസൺസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കോംപ്രിഹെൻസീവ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഇവാലുവേഷൻ ആണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വരുന്നത്. അപ്പൊ എന്താ പറയാ, നമുക്ക് പറ്റിപ്പോയിട്ടുള്ള ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ അത് നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ നമ്മളിപ്പം ഈ ചെയ്ത മെഷേഴ്സിൽ നിന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്താണ്? ഒന്ന്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഇൻ ലോങ് ടേം ഒരു ഡിവിഡൻഡ് തരുന്നു എന്നുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം, അതൊരു ലെസൺ ആണ്. അല്ലെങ്കിൽ ഈ പറയുന്ന സാനിറ്റേഷൻ പോലൊക്കെ നമ്മൾ ഇനി വീണ്ടും നമ്മൾ ആ ഒരു വിജില് നമ്മളെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ കേസസ് കൂടിയില്ലേ, നമ്മൾ ഒരിക്കലും നമ്മുടെ വിജിൽ അല്ലെങ്കിൽ ആ ഒരു കോൺസ്റ്റന്റ് വിജിൽ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ലെറ്റ് ഡൗൺ ചെയ്യുകയാണെങ്കിൽ വീണ്ടും പാൻഡമിക് വരും, അല്ലെങ്കിൽ വീണ്ടും കേസസ് കൂടും. അപ്പൊ നമ്മൾ അതൊരു നമ്മുടെ ജീവിതചര്യ അല്ലെങ്കിൽ ലൈഫിന്റെ ഒരു ഭാഗമാക്കണം ആ ഒരു സാനിറ്റേഷൻ അല്ലെങ്കിൽ ഹൈജീൻ, സോഷ്യൽ ഡിസ്റ്റൻസ് ഇതുപോലെ സംഭവങ്ങൾ. അപ്പൊ അങ്ങനെ കുറച്ച് സജഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ലെസൺസ് കുറച്ചും കൂടി സ്പെസിഫൈ ചെയ്താൽ നല്ലതായിരിക്കും. സോ അപ്പൊ ഈ ഒരു എസ്സേയുടെ വേറൊരു വിഷയം എന്ന് പറയുന്നത് ഫുള്ള് പ്രോ ഗവൺമെന്റ് ആണ്. ഇപ്പം നമ്മളിപ്പോ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് എക്സാം ആണെങ്കിൽ ഓക്കെ ആണ്, പെർഫെക്റ്റ് ആണ്. എസ്പെഷ്യലി നമുക്കിപ്പം ഹൈക്കോടതി എക്സാം എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ്. അപ്പം ഏത് ഐഡിയോളജി അല്ലെങ്കിൽ ഏത് പോയിന്റ് പെർസ്പെക്റ്റീവ് ആണെങ്കിലും പല 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 പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ പല പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ആളുകളായിരിക്കും എക്സാമിനേഴ്സ് ആയിട്ട് വരുന്നത്. ഇതിപ്പം ഫുള്ള് നമ്മൾ കേരള ഗവൺമെന്റ് മാത്രം പ്രശംസിക്കാൻ മാത്രം ചെയ്യുന്ന എസ്സേ ആവും ചിലർക്ക്. ഇപ്പം ചിലർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഐഡിയ ഉള്ള ഒരാളാണെങ്കിൽ
അയാൾക്ക് ഓക്കെയാണ്, നല്ല മാർക്ക് കിട്ടും. പക്ഷേ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് എപ്പോഴും നല്ലത്. ഇപ്പം ഈ ചെയ്ത നല്ല കാര്യങ്ങൾ നമുക്ക് പറയുക, അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ പറയുക. അതുപോലെ നമ്മളിപ്പം ഇപ്പം കേരളത്തിൽ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് പല സംസ്ഥാനങ്ങളിലും കേസ് കുറഞ്ഞപ്പോഴും കേരളത്തിൽ വീണ്ടും ഇപ്പോഴും കേസ് നല്ല രീതിയിലുണ്ട്, കോൺസ്റ്റന്റ് ആയിട്ട് ഉണ്ട്. അപ്പൊ അത് ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട്. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്നുള്ളത്, അത് എങ്ങനെ നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റും, അതിനുള്ള ലെസൺസും അതും ഒരു പാഠമാണ്. നമ്മൾ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ നടത്തുമ്പോൾ അതും ഒരു പാഠമാണ്. അപ്പൊ അതും കൂടെ നമ്മൾ ആ ഒരു നെഗറ്റീവ്സ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ കൊടുത്ത് പോയിന്റ് ഔട്ട് സം ഇഷ്യൂസ് ആൻഡ് സജഷൻസ് അല്ലെങ്കിൽ ഡ്രോബാക്സ് ഒക്കെ നമ്മളൊന്ന് പോയിന്റ് ഔട്ട് ചെയ്യുക. അതും ഒരു ലെസൺ ആണെങ്കിൽ പാഠമാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കാര്യം കേരള സ്പെസിഫിക് ചോദ്യങ്ങളും സാധാരണ കേരള ഹൈക്കോടതി വെച്ച് ഒരു എസ് എ ടോപ്പിക്കായിട്ട് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത്തവണ ചിലപ്പോൾ 2 എസ് എ വരെ ആവാൻ ചാൻസ് ഉണ്ട്. ലൈക്ക് നമ്മുടെ ഡ്യൂറേഷൻ കൂട്ടിയതുകൊണ്ട് ഇപ്പൊ 250 വേർഡിന് 2 എസ്, ഇപ്പൊ 400 അല്ലെങ്കിൽ 500 വേർഡ് എസ് എക്ക് പകരം 250 വേർഡ് അല്ലെങ്കിൽ 200 വേർഡ് 2 എസ് ആയിട്ട് ചോദ്യം, ഷോർട്ട് എസ് എന്ന രീതിയിൽ ചോദ്യങ്ങൾ വന്നാലും അത്ഭുതപ്പെടാനില്ല. നമ്മൾ ആ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ്, ജസ്റ്റ് സൂചിപ്പിച്ചെന്ന് മാത്രം. സോ ഓവറോൾ കുഴപ്പമില്ല, ഗുഡ് എസ് ആണ്, ബട്ട് ഇറ്റ് ക്യാൻ ബി ഇംപ്രൂവ്ഡ്. കുറേ കൂടെ കേരള ഇപ്പം കമ്പാരിറ്റീവ്ലി, ഇപ്പം ഞാൻ ഇതുവരെ കറക്റ്റ് പ്രിപ്പേഴ്സ് വെച്ച് കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ്. കാര്യം പലർക്കും ഔട്ട് ഓഫ് ടോപ്പിക് ഒക്കെ പോയിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ സംഭവം ഓക്കെയാണ്, പക്ഷെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. സോ നമുക്ക് അടുത്ത എസ് എയിലേക്ക് പോവാം. സോ ഇത് ആദ്യം കിട്ടിയൊരു എസ് ആണ്. ഞാൻ ടൈറ്റിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതായത് ഓൺ വേർഡ്സിൽ ടൈറ്റിൽ കൊടുക്കാനാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പൊ ആ ഓൺ വേർഡ്സിലാക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. പിന്നെ നിങ്ങളൊന്ന് വായിച്ചു നോക്കും, ഞാൻ എല്ലാ എസ്സേയും വായിച്ചു പോകുന്നില്ല. ഇൻട്രൊഡക്ഷൻ കുഴപ്പമില്ല, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ അവസാന ഭാഗത്ത് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് the lessons which you learned from the ongoing pandemic will become a major matter of concern in community health science. A major topic of discussion അങ്ങനെ എന്തെങ്കിലും പറയാം. മാറ്റർ ഓഫ് കൺസേൺ നെഗറ്റീവ് സെൻസിലാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമായിട്ട് അലൈൻ ചെയ്ത് പോകുന്ന, അല്ലെങ്കിൽ ആ ഒരു ടോണിൽ പോകുന്ന ഒരു വേർഡ് അല്ല, അല്ലെങ്കിൽ ഒരു പ്രയോഗമല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കുക. പിന്നെ ഇതിനകത്ത് അവയർനെസ് അബൌട്ട് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ നല്ലൊരു പോയിന്റ് ആണ്. മോർ ഓൺലൈൻ എഡ്യൂക്കേഷൻ, അതൊക്കെ ഓരോരോ പോയിന്റ്. പക്ഷെ ഈ ഒരു പോയിന്റ് ഇതുമായിട്ട് നല്ല രീതിയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കണക്ട്, ഈ ഒരു പോയിന്റ് ഇതുമായിട്ട് കുറച്ചും കൂടി സബ്ജക്റ്റുമായിട്ട് കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിരുന്നത് നല്ലതായിരുന്നു. പിന്നെ ഈ ഒരു ഭാഗം, പീപ്പിൾ വെർ ബോതേർഡ് അബൌട്ട് ദ അലിവേഷൻ ഇൻ ഫാർമസ്യൂട്ടിക്കൽ സെറ്റിംഗ്, അത് ആ ഒരു പ്രയോഗം കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് സംശയമുണ്ട്. പിന്നെ ഇത് ഇൻഡിക്കേറ്റഡ് ദാറ്റ് റിവീൽസ് പീപ്പിൾസ് വെർ ബോതേർഡ് അബൌട്ട് ദർ ഇമ്മ്യൂൺ സിസ്റ്റം ഹാസ് എ പവർ ടു കർവ്. എനിക്ക് തോന്നുന്നു നമ്മൾ അനാവശ്യമായ ഒരു മരുന്ന്, ഇപ്പം ഇമ്മ്യൂൺ സിസ്റ്റത്തിന് തന്നെ പവർ ഉണ്ട്, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് തന്നെ ഡീല് ചെയ്യാൻ സാധിക്കും, പല ചെറിയ ചെറിയ ഡിസീസുകളൊക്കെ ഡീല് ചെയ്യാൻ സാധിക്കും എന്നൊരു കാര്യം നമ്മൾ പഠിച്ചു എന്നൊരു, അതും ഒരു ലെസൺ ആണെന്ന രീതിയിലാണ് ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ആ ഒരു പോയിന്റ് എത്രമാത്രം എല്ലാവരും എന്താ പറയാ യോജിക്കുന്ന ഒരു പോയിന്റ് അല്ല, ഒരു മാറ്റർ ഓഫ് ഡിസ്കഷൻ ആണ്, അല്ലെങ്കിൽ പലർക്കും പല അഭിപ്രായം വരാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ്. ഇൻ കേസ് അത് കൊടുക്കാതെ തന്നെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് റീഫ്രേസ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പം മൊത്തത്തിൽ ഒരു കൺഫ്യൂസിങ് ആയ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ കഴിവത് ഈ ഒരു പോയിന്റ് അവോയ്ഡ് ചെയ്യുന്ന, ഈ ഇതൊരു ലെസൺ ആയിട്ട് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണമെന്ന് വരത്തില്ല, ഓരോ ആളുകളുടെ അഭിപ്രായമാണ്. ഓക്കെ, നമ്മളെപ്പോഴും ന്യൂട്രൽ ബാലൻസ്ഡ് വ്യൂ ആണ് എപ്പോഴും നല്ലത്. പിന്നെ ഈ ഒരു പാരഗ്രാഫിൽ വലിയ പ്രശ്നമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പിന്നെ കൺക്ലൂഷൻ കുറെ കൂടെ ബെറ്റർ ആക്കാം. വളരെ ഷോർട്ട് ആയിട്ടുള്ള കൺക്ലൂഷൻ ആണ്, പ്രത്യേകിച്ച് ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വായിക്കണം എന്നുണ്ടെങ്കിൽ വായിച്ചു നോക്കാം കേട്ടോ. സോ ഈ ഒരു കൺക്ലൂഷനിൽ കുറെ കൂടെ ബെറ്റർ ആക്കാവുന്നതാണ്. കുറെ കൂടി സജഷൻസും അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കുക. ഇതിപ്പം വളരെ ഷോർട്ടായി പോയി, ആവശ്യത്തിന് പോയിന്റ്സ് ഇല്ല. പിന്നെ ഓവറോൾ എസ്സേക്ക് കുറച്ചും കൂടെ പോയിന്റ്സ് ഒക്കെ ആയാൽ നല്ലതായിരുന്നു. ലെസൺസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു, നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്താൽ കിട്ടാവുന്നേ ഉള്ളൂ. ഓട്ടോമാറ്റിക്കലി ഞാൻ ശ്രമിക്കാം, ഓൾറെഡി സ്റ്റാർട്ട് ആണ്, അപ്പം സമയം കിട്ടുവാണെങ്കിൽ അതിന് ഞാൻ ചെയ്തു തരാം. നല്ല രീതിയിൽ എസ് ആയിട്ട് ഇനിയും വാല്യൂറ്റ് ചെയ്യുന്നത് ഇതിലും ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ എസ് വരുവാണെങ്കിൽ മോഡൽ എസ് എന്ന രീതിയിൽ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് അതൊരു എക്സ്ട്രാ ഹെൽപ്പ് ആയിരിക്കും. സോ ഈ എസ് എ കുറെ കൂടി ഞാനിപ്പോ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ വെച്ച് കുറെ കൂടി ഇപ്പം ഈ ഒരു സമയത്തിൽ ഇപ്പൊ 25 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ആ ലൈവായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് ചെയ്തിടുമെന്ന് തോന്നുന്നു. അങ്ങനെ വരുമ്പോഴേക്കും ഓക്കെയാണ്, പക്ഷെ മൊത്തത്തിൽ കുറെ കൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ കുറെ കൂടി നമ്മൾ ഫോർമാറ്റിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറെ കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇദ്ദേഹത്തിന് തന്നെ വീണ്ടും എസ് ആണ്, അത് റിപ്പീറ്റ് വന്നാണ്.
ഞാൻ പ്രിസിയിലേക്ക് പിന്നീട് കിടക്കാം. നമുക്ക് ജസ്റ്റ് എസ് എയിലേക്ക് പറഞ്ഞു പോവാം. അടുത്ത സ്റ്റുഡൻറ് എസ് ആണ്, പേര് കൊടുത്തിട്ടില്ല. COVID-19 പാൻഡമിക് ഇൻ കേരള. ഈ സ്വന്തമായിട്ടൊരു ടൈറ്റിൽ കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും സൂട്ടബിൾ ആണ്. ഇപ്പൊ ഈ ഒരു ടൈറ്റിൽ മൊത്തത്തിൽ പാൻഡമിക്കിന്റെ സ്പെല്ലിങ്ങിന് തെറ്റാണ്, കുറച്ച് സൂട്ടബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഈ ഒരു ഇതിനകത്ത് ഈ ഒരു എസ് എയെ പറ്റി ഞാൻ ഇപ്പോൾ ഓർമ്മ വന്നു. ഈ എസ് ഐക്കുള്ള വിഷയം എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക, വേണമെങ്കിൽ വായിച്ചു നോക്കാം. അത്യാവശ്യം പോയിന്റ്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ പാരഗ്രാഫ് സ്ട്രക്ചർ മിസ്സിംഗ് ആണ്. ഇത് ഒറ്റ പാരഗ്രാഫിൽ ഒരു എസ് എ മൊത്തം എഴുതാന്ന് പറഞ്ഞാൽ ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല. നമ്മൾ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് നല്ല നല്ല പോയിന്റ്സ് ഒക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് വായിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യം സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പോസ്റ്റ് ചെയ്ത് വായിച്ചു നോക്കാം. പോയിന്റ്സ് ഒക്കെ ഉണ്ട്. Motivated healthcare workforce is a motivated healthcare workforce is all the core of Kerala model. At the core of Kerala model. അതൊക്കെ നല്ല സെന്റൻസ് ആണ്. ഗുഡ് പോയിന്റ്സ് ബട്ട് നോ സ്ട്രക്ചർ. എസ് എ എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ്, ഇൻട്രൊഡക്ഷൻ, ബോഡി കൺക്ലൂഷൻ എന്നിങ്ങനെ ആ ഒരു ലൈൻ ഓഫ് തിങ്കിങ് വേണം. ഇതിനകത്ത് പോയിന്റ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ സ്ട്രക്ചറലി വളരെ കുറെ കൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്ത എസ്സേയിലേക്ക് പോവുകയാണെങ്കിൽ ഇതിന് ഞാൻ PDF ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം, ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാം. സോ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം. ടെലിഗ്രാം ചാനൽ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. സോ ആർക്കെങ്കിലും ആ ചാനൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അടുത്ത മൂന്നാമത്തെ കോംപ്രിഹെൻഷൻ, ശ്രുതി എന്ന് പറഞ്ഞൊരു സ്റ്റുഡൻ്റ് ആണ്, ആസ്പിറൻ്റ് ആണ് എഴുതിയിരിക്കുന്നത്. ലെസൺസ് ലേൺ ഫ്രം COVID-19 പാൻഡമിക്. എനിക്ക് തോന്നുന്നു ഈ ഒരു ആസ്പിറന്റ് കേരള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വിട്ടുപോയി. കാര്യം ടോപ്പിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്, ലെസൺസ് ലേൺ ഫ്രം COVID-19 പാൻഡമിക് എന്ന രീതിയിലാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ആക്ച്വലി ലെസൺസ് ലേൺ ഫ്രം COVID-19 ഹാൻഡ്ലിംഗ് ഓഫ് COVID-19 പാൻഡമിക് ഇൻ കേരള സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ്സ് കുറച്ചെങ്കിലും ഇപ്പം നമ്മൾ ഓവറോൾ ആയിട്ട് എഴുതിയാൽ പോലും കുറേയൊക്കെ നമ്മൾ ലിങ്ക് ചെയ്ത് പോകണം. ഇതിപ്പം നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ഇതിപ്പം ലൈക്ക് നമ്മളിപ്പോൾ ഒരു COVID-19 നമ്മൾ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ജനറൽ പെർസ്പെക്റ്റീവിൽ പഠിച്ച കാര്യങ്ങളൊക്കെ പോയിന്റ്സ് ഒക്കെ ഉണ്ട്, അത്യാവശ്യം പോയിന്റ്സ്, ഗുഡ് പോയിന്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് ഔട്ട് ഓഫ് ടോപ്പിക് ആണ്. നമ്മൾ ചോദിച്ചിരിക്കുന്ന കേരളയുടെ ഹാൻഡ്ലിംഗ് ഓഫ് COVID-19 പാൻഡമിക്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ ആ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടില്ല. ആർക്കെങ്കിലും താല്പര്യം പോസ്റ്റ് ചെയ്ത് വായിച്ച് പോകാവുന്നതാണ്. പോയിന്റ്സ് ഒക്കെ ഉണ്ട്, സ്ട്രക്ചറും ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഈ സംഭവം ഗുഡ് പോയിന്റ്സ് ബട്ട് ഔട്ട് ഓഫ് ടോപ്പിക്, അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് വഴിമാറി പോയിരിക്കുന്നു, അതൊരിക്കലും പാടില്ല. ഇനിയിപ്പോ അടുത്ത എസ് എ നോക്കുവാണെങ്കിൽ ഇത്തവണ എസ് എക്ക് എല്ലാവരും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം ഒന്ന് ടോപ്പിക്സ് അത്ര എളുപ്പമെന്ന് പറയാൻ സാധിക്കത്തില്ല. പിന്നെ ഈ 1 മണിക്ക് ഇപ്പൊ ലൈവായിട്ട് ജോയിൻ ചെയ്തവരെ മാത്രമാണ് ഞാൻ കറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അവർക്ക് അതിൻ്റെതായ ടൈം ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അടുത്ത ജിഷ്ണു എന്ന് പറഞ്ഞ ആസ്പിറന്റിന്റെ ആണ്. ഈ എസ് 25 മിനിറ്റിൽ എഴുതുമ്പോൾ ആദ്യമായിട്ട് എസ് 25 മിനിറ്റിൽ എഴുതുമ്പോഴേക്കും അതിൻ്റെതായ ഇഷ്യൂസ് വരും. നമുക്ക് പ്രിപ്പയർഡ് അല്ലാത്ത ടോപ്പിക് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്യൂസ് വരും. ഡോണ്ട് ഡൈ ട്രൈങ്. ആ ഒരു എസ് എ കേരള മോഡൽ നമുക്ക് സൂട്ടബിൾ ടോപ്പിക് എന്ന് കൊടുത്തിട്ടുണ്ട്. ആ രീതി ഈ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ടൈറ്റിൽ എത്രമാത്രം ഈ ഒരു എസ് എ ആയിട്ട് ആപ്റ്റ് ആണെന്നതിൽ എനിക്ക് ചെറിയ സംശയം ഉണ്ടെങ്കിലും ഓക്കെ, കുറച്ചും കൂടെ ബെറ്റർ, കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്താ പറയാ ടോപ്പിക്ക് കൊടുത്തില്ലെങ്കിൽ ഓക്കെ, ഇത് ഓക്കെ ആണ്, പക്ഷെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ പറ്റാവുന്നതാണ്. ഈ പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഹൈജീൻ എന്നോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ആണോ, കേരള റിലേറ്റഡ് ലെസൺസ് മിസ്സിംഗ് ആണ്. കേരളത്തിന്റെ ഹാൻഡ്ലിംഗിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ, കേരളത്തിലെ COVID-19 നമ്മൾ എങ്ങനെ ഡീൽ ചെയ്തുള്ള കാര്യങ്ങളിൽ അതിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ആ കാര്യങ്ങൾ മിസ്സിംഗ് ആണ്. നിങ്ങളിത് മൊത്തത്തിൽ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഓഫ് പോയിന്റ്സ് ഒക്കെ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ആസ് എ ജനറൽ എസ് എ ഓക്കെ, ദിസ് എസ് ഇസ് ഓക്കെ, ബട്ട് നോട്ട് കണക്റ്റഡ് വിത്ത് ദ ടോപ്പിക്. നമ്മളെപ്പോഴും ടോപ്പിക്ക് നമ്മൾ സമയം ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ജസ്റ്റ് 1 മിനിറ്റ് നിങ്ങൾ 2-3 തവണയെങ്കിലും നിങ്ങൾ ടോപ്പിക്ക് വായിച്ചു നോക്കുക. കാരണം ടോപ്പിക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ടോപ്പിക്ക് വിട്ടു പോയിട്ട് നിങ്ങൾ ചുമ്മാ ഈ പറയുന്ന നല്ല സ്ട്രക്ചർ, നല്ല പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തില്ല. നിങ്ങൾ സമയം പോകുന്നില്ല, മാർക്ക് കിട്ടത്തില്ല. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. ഇതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം, ഞാൻ PDF അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് കുറെ കൂടി ക്ലിയർ ആയിട്ട് വായിക്കാവുന്നതാണ്. ഞാനിപ്പം ജസ്റ്റ് ഒരു മോഡൽ വീഡിയോ എന്ന രീതിയിൽ കൊടുത്തെന്ന് മാത്രം.
ഇനിയിപ്പം നമുക്ക് ഒരു എസ്സേയും കൂടെ നമുക്ക് നമ്മൾ ഈ ഒരു എസ്സേ മൊത്തം കംപ്ലീറ്റ് ചെയ്തെന്ന് തോന്നുന്നു. എസ്സേ മൊത്തം കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ചെറിയ ഈ ഒരു വീഡിയോ ഒരുപാട് ലെങ്തി ആക്കണമെന്ന് വെച്ചാൽ എല്ലാവരുടെയും വീഡിയോ ആയിട്ട് ഡിസ്കസ് ചെയ്യാതിരുന്നു. ബാക്കി നമ്മൾ ഈ പറയുന്ന PDF ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് നമുക്ക് പ്രിസി നമുക്ക് നോക്കാം. സോ നമ്മൾ പ്രിസിയിലേക്ക് കടക്കുവാണ്. ഫസ്റ്റ് പ്രിസി ഇപ്പം ഇസ്മായിൽ എന്ന് പറഞ്ഞ ആ സുഹൃത്തിന്റെ പ്രിസിയാണ്. സോ അത് പ്രിസിയിലേക്ക് കടക്കുമ്പോഴേക്കിന് നമ്മൾ നോക്കേണ്ടത് ഇതിനകത്ത് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, കറക്റ്റ് ആണ്. പിന്നെ നമ്മൾ ആ പ്രിസി ഓൾറെഡി നമ്മൾ വായിച്ചിട്ടുള്ളൂ, അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ ഒക്കെ ഉണ്ടാവുമല്ലോ. പ്രിസി എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ എസെൻസ് 1/3 വാക്കുകളിൽ വേർഡ് ലിമിറ്റ് സ്ട്രിക്ട്ലി അഡർ ചെയ്തുകൊണ്ട് എന്താ പറയാ, സ്വന്തമായ ഓൺ വേർഡ്സ് ഉപയോഗിച്ച് കഴിവതും ഓൺ വേർഡ്സ് ഉപയോഗിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പ്രിസിയെ സംബന്ധിച്ചോളം ഇതിന്റെ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ബട്ട് സ്കൂൾ എഡ്യൂക്കേഷൻ ഇസ് നോട്ട് മിയർലി ബിൽഡിംഗ് ഓഫ് സ്കൂൾ ബട്ട് എൻഷുർ ചിൽഡ്രൻ പ്രസൻസ് ബട്ട് ഇറ്റ് മസ്റ്റ് എൻഷുർ ചിൽഡ്രൻ പ്രസൻസ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് റീഫ്രേസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഇഷ്യൂ കാണുന്നുണ്ട്. പിന്നെ അടുത്ത സെന്റൻസ് വലിയ പ്രശ്നമില്ല, പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു പ്രിസിയിൽ ഒറ്റ പാരഗ്രാഫിൽ തന്നെ മൊത്തം ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുക. എന്താ, നമുക്ക് ഒരു മണിക്കൂർ ലെസ് ഒരുപാട് ലെങ്ത് ഒന്നും വരുന്നില്ല. ഒറ്റ പാരഗ്രാഫ്, ഇങ്ങനെ പാരഗ്രാഫ് വിട്ട് ചെയ്യേണ്ട കാര്യമില്ല. പാസേജിൽ ചിലപ്പോൾ നമ്മൾ 2 പാരഗ്രാഫോ 3 പാരഗ്രാഫോ ആയിരിക്കും, പക്ഷെ പ്രിസി ആയിട്ട് അത് നമ്മൾ മാറ്റുമ്പോഴേക്കിന് ഒറ്റ പാരഗ്രാഫിൽ അത് എഴുതണം. ഇതിപ്പം 2 പാരഗ്രാഫ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, അത് ചെയ്യാൻ പാടില്ല. പിന്നെ ഇതിനകത്ത് ഇപ്പം ഇദ്ദേഹം വളരെ ലെങ്തി ആയിട്ടുള്ള സെന്റൻസുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സോ പ്രിസി എപ്പോഴും സിമ്പിൾ ആയിട്ടുള്ള ഷോർട്ട് ക്രിസ്പ് സിമ്പിൾ സെന്റൻസ് ആണ് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. സോ അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ വായിച്ചു നോക്കുക. ഞാൻ ബെറ്റർ ആയിട്ടുള്ള പ്രിസി ഞാൻ കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം. കണ്ടന്റ് ഓക്കെയാണ്, പ്രസന്റേഷൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ സിമ്പിൾ സെന്റൻസ് ആയിട്ട് ആക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ആ രീതിയിൽ കുറച്ചും കൂടി ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ആസ് എ ബിഗിനിങ് ഓക്കെയാണ്, പക്ഷെ കുറേ കൂടി ഇമ്പ്രൂവ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. നമുക്ക് അടുത്ത ആസ്പിരന്റിന്റെ പ്രിസി നോക്കുവാണെങ്കിൽ, ഓക്കെ, ഇതിപ്പോ ഞാൻ ഓൾറെഡി കൊടുത്തു. ഇതിപ്പോ 140ഓളം വേർഡ്സ് വരുന്നുണ്ട് ഈ ഒരു പ്രിസിക്ക്. ഈ ഒരു ആസ്പിരന്റ് എഴുതിയ പ്രിസിക്ക് 140+ വേർഡ്സ് വരുന്നുണ്ട്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, എനിക്ക് തോന്നുന്നു നമ്മുടെ പാസേജിന് അറൌണ്ട് 300 വേർഡ്സ് ആ ഒരു റേഞ്ച് ആണെന്ന് തോന്നുന്നു നമ്മുടെ പാസേജ്. സോ അപ്പൊ അതിന്റെ അറൌണ്ട് 100 വേർഡ്സ് ആണ്. 1/3 എന്ന് പറയുമ്പോൾ 100 വേർഡ്സ് ആണ് വരേണ്ടത്. വേർഡ് ലിമിറ്റ് സ്ട്രിക്ട്ലി അഡർ ചെയ്യണം. ഇപ്പം ഇതിനകത്ത് 140+ ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല. എന്തായാലും നെഗറ്റീവ് മാർക്ക് വരുന്നോ 100% ഷുവർ ആണ്. പിന്നെ ബാക്കിയുള്ള കണ്ടന്റ് ഒക്കെ ഓക്കെയാണ്. ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടന്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. വെൽ പ്രസന്റഡ് ബട്ട് നമ്പർ ഓഫ് വേർഡ്സ് അൺഅക്സെപ്റ്റബിൾ. നമ്മൾ എത്ര നല്ല രീതിയിൽ കണ്ടന്റ് ചെയ്തിട്ടും കാര്യമില്ല. വേർഡ് ലിമിറ്റ് ഇങ്ങനെ എക്സീഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ സമയം കളയാൻ, നമ്മുടെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാനുള്ള സമയം പോകുന്നല്ലാതെ ബാക്കി ഒരു മെച്ചവും നമുക്കില്ല. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ നോക്കുക. ഇത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്പർ ഓഫ് വേർഡ്സ് അൺഅക്സെപ്റ്റബിൾ ആണ്. ഇപ്പൊ ഉണ്ടോ, ഇത് തീർന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഇതിന്റെ ഒരു സെന്റൻസ് ഒരു ഭാഗം കൂടെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ അടുത്ത സ്റ്റുഡന്റിന്റെ പ്രസന്റ് ഈ ഒരു പർട്ടിക്കുലർ പേപ്പർ എഴുതിയ വ്യക്തിയുടെ പ്രസിയാണ്. ഞാൻ ജസ്റ്റ് വായിക്കാൻ പറ്റും. പ്രസിന് ഞാൻ കമന്റ് കൊടുത്തിട്ടുള്ളൂ, അത് ഞാൻ ജസ്റ്റ് വായിക്കാം. നീഡ് ഫോർ പ്രോപ്പർ എഡ്യൂക്കേഷൻ. ഓക്കെ, ടൈറ്റിൽ ഓക്കെയാണ്. അത്ര ഓക്കെ, എന്നാലും ഓക്കെ ടൈറ്റിലാണ്. വലിയ നമ്മൾ ഒരുപാട് ടൈറ്റിൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല. Talking of providing education facilities is not enough to ensure education of children. നല്ലൊരു സെൻറ്റൻസ് ആണ്. നമ്മൾ ആ തുടക്കത്തിലുള്ള പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ള ഒരു കണ്ടന്റ് നല്ല രീതിയിൽ അത് കൊടുത്തിട്ടുണ്ട്. The issues faced by children like girls or socially weaker sections must be examined and solved. Otherwise, students may drop out. Quality education. സോ അപ്പം ഈ ഒരു പ്രിസി നമ്മൾ നോക്കുവാണെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കുക. വലിയ കുഴപ്പമില്ല, നല്ല രീതിയിൽ എഴുതിയ പ്രിസിയാണ്. ഞാനായിട്ട് വായിക്കുന്നില്ല. ഇതിപ്പം നിങ്ങൾ അത്യാവശ്യം വേർഡ് ലിമിറ്റ് അഡർ ചെയ്തിട്ടുണ്ട്. അതിന്റെ 100 വേർഡ്സ് ആണ് വരുന്നത്. ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല. ഈ പ്രിസി നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സെന്റൻസ് ഞാൻ വായിച്ചു നോക്കാം. ടോക്കിംഗ് ഓഫ് പ്രൊവൈഡിങ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് ജസ്റ്റ് പ്രൊവൈഡിങ്. എനിക്ക് അങ്ങനെ പറഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ടോക്കിംഗ് ഓർ ജസ്റ്റ് മിയർലി പ്രൊവൈഡിങ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് ഈസ് നോട്ട് ഇനഫ് ടു എൻഷുർ എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ. ആ രീതിയിൽ പറഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. എന്നാലും നല്ല രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു പ്രിസിയിൽ അത്യാവശ്യം വേണ്ട ക്രക്സ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസൻസും ഇമ്പോർട്ടന്റ് പോയിന്റ്സും നല്ല രീതിയിൽ ഓൺ വേർഡ്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. നല്ലൊരു പ്രിസി എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളത് ഐഡിയ കിട്ടും. ഞാനായിട്ട് വായിച്ചു വേറെ സമയം കളയുന്നില്ല. സോ നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചു നോക്കി. അത്യാവശ്യം നല്ല രീതിയിൽ എഴുതിയൊരു പ്രിസിയാണ്. ഇനിയിപ്പോ അടുത്ത സ്റ്റുഡന്റിന്റെ പ്രിസി നോക്കുവാണെങ്കിൽ, ന്യൂ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ. ഓക്കെ, ടൈറ്റിൽ കുഴപ്പമില്ല,
കുഴപ്പമില്ലാത്ത ടൈറ്റിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പം ഫസ്റ്റ് സെന്റൻസ് ഒന്ന് വായിച്ചേ. ഫോർ എ ഹെൽത്തി ലൈഫ് വി നീഡ് ഫുഡ് ആൻഡ് എയർ. സിമിലർലി എഡ്യൂക്കേഷൻ ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. നമ്മളിപ്പോൾ എസ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു സെന്റൻസ് നല്ലൊരു ഫാൻസി സെന്റൻസ് ആണ്, ഓക്കെ ആണ്. പക്ഷെ ഇത് പ്രിസിയാണ്. പ്രിസി നമ്മൾ ആ ഒരു കണ്ടന്റിൽ നിന്നും വഴിതെറ്റി പോകരുത്. എപ്പോഴും അതിനെ സ്റ്റിക്ക് ചെയ്തുകൊണ്ട് ഓൺ വേർഡ്സ് തന്നെ എഴുതണം. പക്ഷെ ആ ഒരു നമ്മൾ എക്സ്ട്രാ ഒരു കോട്ടോ അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു ഫാൻസി സെന്റൻസ് അങ്ങനെ എഴുതേണ്ട കാര്യമില്ല. ആ ഒരു കണ്ടന്റിലുള്ള അർത്ഥം നമ്മൾ കൊടുക്കണമെന്ന് മാത്രം. നമുക്ക് ഒന്നാമത് വേർഡ് 100 വേർഡിൽ ഒതുക്കണം. സോ അപ്പൊ ആ രീതി ഇപ്പൊ ഈ ഒരു സെന്റൻസ് ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായം. സോ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കണ്ടന്റിന്റെ അപ്പൊ നമ്മുടെ പ്രിസിയുടെ പാസേജുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വേണം റീഫ്രേസ് ചെയ്യാം. പിന്നീട് ഇപ്പൊ താഴോട്ട് പോവാണെങ്കിൽ സ്പെഷ്യൽ നീഡ്സ് ഫോർ ഗേൾസ്. ഓക്കെ, സ്പെഷ്യൽ നീഡ് ഫോർ ഗേൾസ് ആൻഡ് അതർ വീക്കർ സെക്ഷൻസ്. ഗേൾസ് മാത്രമല്ല ബാക്കിയുള്ള വീക്കർ സെക്ഷൻസിന്റെ കാര്യം പറയുന്നുണ്ട്. സോ അപ്പൊ അതും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്താൽ നല്ലതായിരിക്കും. ഇനി ഈ ഒരു സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. പിന്നെ ഇതിനകത്ത് ഈ ഒരു സെന്റൻസ് ഈ ഒരു ഭാഗം ഓക്കെയാണ്. കണ്ടന്റ് ഇപ്പൊ എഡ്യൂക്കേഷൻ ക്വാളിറ്റിയെ പറ്റിയുള്ള ഒരു ഭാഗത്തിന് കുഴപ്പമില്ലാത്ത രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് 2 കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഈ ടീച്ചർ അക്കൗണ്ടബിലിറ്റി പിന്നെ അസസ്മെന്റ് സിസ്റ്റം അതിനെ പറ്റിയിട്ടൊക്കെ പാസേജിൽ കുറച്ച് ഇമ്പോർട്ടന്റ് എന്ന രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യം കൂടെ സ്വന്തമായ ഓൺ വേർഡ്സ്, അതേപടി കോപ്പി പേസ്റ്റ് അല്ല, ഓൺ വേർഡ്സിലൊന്ന് ഇൻക്ലൂഡ് ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പം വേർഡ് ലിമിറ്റ് കൂടും. അപ്പം എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ 1-2 സെന്റൻസ് ഒക്കെ ഒമിറ്റ് ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല, എല്ലാ കണ്ടന്റും ആവും. അപ്പം പ്രിസി ഓക്കെ ആണ്. പക്ഷെ ഈ 1-2 ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ മിസ്സിംഗ് ആണ്. സോ അതും കൂടെ ഇനി അടുത്തതാണ് നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കുക. സോ അടുത്ത പ്രിസിയിലേക്ക് കടക്കുമ്പോഴേക്കിനും ഓക്കെ, യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ ആൻഡ് ദ വേ ഫോർവേഡ്. ഓക്കെ, ടൈറ്റിൽ കുഴപ്പമില്ല. ഓക്കെ, ഇതിനകത്ത് ആദ്യം തന്നെ പറയുന്നത് ഞാൻ കൗണ്ട് ചെയ്തപ്പോൾ ഞാൻ മൊത്തം ഓരോ വേർഡായിട്ട് കൗണ്ട് ചെയ്തതിൽ ഒരു അപ്രോക്സിമേറ്റ്ലി കൗണ്ട് ചെയ്തപ്പോൾ 80 വേർഡ്സോളെ വരുന്നുള്ളൂ. സോ നമ്മുടെ പ്രിസി എന്ന് പറഞ്ഞാൽ അറൌണ്ട് 100 വേർഡ്സ് വേണ്ടെന്ന് തോന്നുന്നു. നമ്മൾ 300 വേർഡ്സ് പാസേജ് ചെയ്യുമ്പോൾ അതിന്റെ 1/3 എന്ന് പറയുമ്പോൾ 100 വേർഡ്സ് വേണം. സോ അപ്പം കുറച്ച് കണ്ടന്റ് മിസ്സിംഗ് ആണ്. പിന്നെ ഇതിനകത്ത് ഏത് രീതിയിലൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ നമ്മൾ ആ പാസേജ് നോക്കി അറിയാം 2 പാരഗ്രാഫ് ഉണ്ടായിരുന്നു. അതിന്റെ സെക്കൻഡ് പാരഗ്രാഫിൽ എഡ്യൂക്കേഷൻ ക്വാളിറ്റിയെ പറ്റി പറയുന്ന കൂട്ടത്തില് ഈ ടീച്ചിങ് സിസ്റ്റം, കരിക്കുലം അതൊക്കെ ഓവർഹോൾ ചെയ്യണമെന്നോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യണമെന്നോ അസസ്മെന്റ് സിസ്റ്റത്തിലൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ഈ ഒരു നമ്മുടെ പ്രിസിക്കകത്ത് കണ്ടന്റ് കാര്യമായി കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ ആ സെക്കൻഡ് പാരഗ്രാഫിലെ പല ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ഇതിനകത്ത് മിസ്സിംഗ് ആണ്. എഡ്യൂക്കേഷൻ ക്വാളിറ്റി എഡ്യൂക്കേഷനെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ടീച്ചിങ് സിസ്റ്റം, കരിക്കുലം, അസസ്മെന്റ് അതൊക്കെ നമ്മുടെ ഓൺ വേർഡ്സിൽ നമ്മൾ പ്രസന്റ് ചെയ്തിരിക്കുന്നത് നല്ലതായിരുന്നു. അപ്പൊ അതൊക്കെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്. അപ്പൊ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് പ്രിസി ഒന്ന് കുറച്ചും കൂടെ വേർഡ്സ് നമ്മൾ 100 വേർഡിൽ ഒതുക്കുവാണെങ്കിൽ സംഭവം നല്ലതായിരുന്നു. ഓവറോൾ ആയിട്ട് ഓക്കെയാണ്, കുറച്ച് പോയിന്റ്സ് മിസ്സിംഗ് ആണ്. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇനിയിപ്പോ അടുത്ത ആസ്പിറന്റിന്റെ പ്രിസി നോക്കുവാണെങ്കിൽ ഇതിപ്പം ഓവറോൾ ഒപ്പീനിയൻ വെരി ഗുഡ് പ്രിസി എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കി. വെരി ഗുഡ് പ്രിസി എന്ന് പറയുന്നതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം, മസ്റ്റായിട്ട് വായിച്ചു നോക്കണം. ഇപ്പം ഓക്കെ, വായിക്കാൻ പറ്റുന്നതാണ്. യൂണിവേഴ്സൽ ദ നീഡ് ഫോർ റിഫോമിംഗ് എഡ്യൂക്കേഷൻ സിസ്റ്റം, നല്ലൊരു ടൈറ്റിലാണ്. Universal access of education is an important factor for development. Rather than making school buildings, we must ensure that the learning process really occurs. Through school and social mapping, we must address several issues like social, cultural, linguistic factor that prevent underprivileged sections and disadvantaged groups, especially girls. The teaching learning process should not make children mere passive listeners. A total reformation of the education system is necessary. A children-friendly atmosphere should be provided so that children can enjoy the childhood without the tensions and pressures of exams. ഇപ്പൊ ഞാൻ വായിച്ചു വന്നപ്പോൾ അത്ര വൃത്തിയിടുന്നല്ല വായിച്ചത്. പക്ഷെ സംഭവം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ക്ലാരിറ്റി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് വായന ശരിയായില്ല. ഇനി നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചു നോക്കാം. ഇത് നല്ലൊരു പ്രിസിയാണ്. ഇപ്പൊ ഈ ഒരു ആസ്പിറന്റിന്റെ നമ്മൾ ഓൾറെഡി അതിന്റെ അതിന്റെ എസ്സേ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഞാൻ കുറച്ച് ഇഷ്യൂസ് പറഞ്ഞിരുന്നെങ്കിലും കുഴപ്പമില്ലാത്തൊരു എസ്സേ ആയിരുന്നു. നമ്മൾ ഒരുപാട് പ്രോ ഗവൺമെന്റ് സ്റ്റാൻസ് എടുത്തൊന്നും പറഞ്ഞില്ല. ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത എസ്സേ അതിൽ കുറച്ച് കാര്യങ്ങളും കൂടെ മാറ്റേണ്ടതായിട്ടുണ്ട്.
സോ നമുക്കിനി കോംപ്രഹെൻഷനിലേക്ക് കടക്കാം. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു സെറ്റിലെ മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി കോംപ്രഹെൻഷനിലേക്ക് കടക്കുമ്പോഴേക്കിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ആദ്യം ഈ ഒരു ആസ്പിറന്റിന് തന്നെ കോംപ്രഹെൻഷൻ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം കോംപ്രഹെൻഷനിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു എന്തൊക്കെ ചോദ്യങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. നമുക്ക് ഒരിക്കൽ കൂടെ എന്തൊക്കെയാ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. അതിനുശേഷം നമ്മൾ ഈ കോംപ്രഹെൻഷൻ ഉത്തരങ്ങളിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഹേർഡിൽ ദ പ്രോഗ്രസ് ഓഫ് ഇന്ത്യ എന്നാണ്. അത് നമ്മൾ ആ ഒരു പാരഗ്രാഫിനകത്ത് പറയുന്നുണ്ട്. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു കോംപ്രഹെൻഷൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. അപ്പം നമ്മുടെ ഓൺ വേർഡ്സിൽ മാക്സിമം നമ്മൾ ഒപ്പിച്ച് വെക്കുക 15 മിനിറ്റിൽ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എസ്പെഷ്യലി ആ ഒരു പാരഗ്രാഫ് 15 മിനിറ്റിൽ അതിന്റെ ഉത്തരങ്ങൾ അത് ഡയറക്റ്റ് ഉത്തരങ്ങളൊന്നും പറയാം. നമ്മൾ കുറച്ചൊന്ന് ആലോചിച്ചൊന്ന് കണക്ട് ചെയ്ത് ഇന്റർ കണക്ട് ചെയ്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓൺ വേർഡ്സിൽ ചെയ്യുകയും ചെയ്യണമല്ലോ. സോ അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ഉത്തരം വാട്ട് ഹേർഡിൽ ദ പ്രോഗ്രസ് ഓഫ് ഇന്ത്യ എന്നുള്ള ആ ചോദ്യത്തിന് ഉത്തരം അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ഒരു ബ്രോഡ് ഔട്ട്ലുക്കിൽ നമ്മൾ നാരോ ഔട്ട്ലുക്കിലേക്ക് ചുരുങ്ങുമ്പോഴാണ് നമുക്ക് നമ്മുടെ പ്രോഗ്രസിനായിട്ട് ഹേർഡിലായിട്ട് വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ അധപ്പതിച്ച് പോകുന്നത്. സോ അപ്പം നമ്മൾ പലതരത്തിലുള്ള സെറ്റ് ബാക്കുകൾ വരും. അപ്പോൾ അത് വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. വെൻ നേഷൻ ഗ്രൂ നാരോ ഇൻ ഔട്ട്ലുക്ക് ആൻഡ് സ്ട്രാങ് ഫ്രം ഔട്ട്സൈഡ് ഇൻഫ്ലുവൻസിൽ നമ്മൾ മാറി നിൽക്കുമ്പോഴേക്കിന് വി ഫേസ്ഡ് പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ സെറ്റ് ബാക്ക്. Even though we have a magnificent inheritance, we have abused it enough. ഇത് ഓക്കെ, അത് ആ സെന്റൻസ് വെക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. The forces of hatred and destructions have done so much or division among people. There are the main hurdles to the progress of nation. കുഴപ്പമില്ല. നമ്മുടെ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ക്രച്ച് എന്ന് പറയുന്നത് ആ നാരോ ഔട്ട്ലുക്ക് ആണ്. അപ്പൊ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു 2-3 സെന്റൻസിൽ ഓൺ വേർഡ്സിൽ എഴുതുമ്പോൾ നല്ലതാണ്. അപ്പം ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതുന്നത് മാത്രം കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ പറയുന്ന ഫസ്റ്റ് ഉത്തരം കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റാലിറ്റിയെ പറ്റിയുള്ള ചോദ്യമായിരുന്നു. അവർ നേഷൻ ഹാസ് എ വൈറ്റാലിറ്റി വിച്ച് ഇസ് വെരി കൺസ്ട്രക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ്. അത് രണ്ടും കീ വേർഡ്സ് ആണ് ഇതിനകത്ത്. വിച്ച് സ്പ്രെഡ്സ് മെനി പാർട്സ് ഓഫ് ഏഷ്യ ആൻഡ് അതർ പാർട്സ് ഓഫ് ദ വേൾഡ്. സ്പ്രെഡ്സ് ടു എന്ന് പറയുന്നത് നല്ലതായിരിക്കും. We have not achieved it by sword but by mind and heart. അതാ ഈ രണ്ട് കാര്യങ്ങളാണ്. അതായത് നമ്മുടെ വൈറ്റാലിറ്റി എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ് എഫേർട്സ് വഴി ഉണ്ടാകുന്നതാണ് നമ്മുടെ ആ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രോമിനൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളത് നേടിയതെന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ യുദ്ധങ്ങളിലൂടെ അല്ലെങ്കിൽ ഫിസിക്കൽ കോൺക്വസ്റ്റിലൂടെ അല്ല, നമ്മുടെ ഹാർട്ട് ആൻഡ് മൈൻഡ് അല്ലെങ്കിൽ കൾച്ചറൽ കോണ്ടാക്ട്സ് ആ ഒരു രീതിയിലാണ് നമ്മൾ ആ ഒരു സംഭവം നമ്മൾ നേടിയത്. ആ ഏകദേശം ഒരു അർത്ഥം ഇതിൽ കൺവേ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഒരു കോമ്പറേഷൻ്റെ കാര്യത്തിൽ അധികം സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ വാലുവേറ്റ് ചെയ്യുന്നില്ല. കുറച്ചും ലിബറൽ ആണ്. കാര്യം കോമ്പറേഷൻ എസ് എ ഹോൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കോമ്പറേഷൻ, കമ്പാരിറ്റീവ്ലി ബുദ്ധിമുട്ടുള്ള ഒരു കോമ്പറേഷൻ ആയിരുന്നു. അത് ഞാൻ 15 മിനിറ്റ് ആയിരുന്നു കോമ്പറേഷൻ കൊടുത്തിരുന്നു. സോ അത് ടൈറ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലിബറൽ ആയിട്ട് വാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ആൻസറും കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. സോ പിന്നെ മൂന്നാമത്തെ ചോദ്യം 4ാമത്തെ ചോദ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 4ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഓൾവേസ് റിമെമ്പേർഡ് എന്നാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യ ഇസ് എ പീസ് ലിവിംഗ് കൺട്രി. വി ഹാവ് അച്ചീവ്ഡ് ഹൈ എസ്റ്റീം ബിക്കോസ് ഓഫ് ദി ഗ്രേറ്റ് വിഷൻസ് ഓഫ് ഫിയർലെസ് ഫോർ ഫാദേഴ്സ്. ഈ ഫസ്റ്റ് സെന്റൻസ് ഓക്കെ, രണ്ടാമത്തെ സെന്റൻസ് ആവശ്യമില്ല എങ്കിൽ പോലും ഓൺ വേർഡ്സിൽ നമ്മൾ പുറത്തുനിന്ന് ഇട്ട പോലെ ആയിപ്പോയി സെക്കൻഡ് സെന്റൻസ്. എങ്കിലും ഓക്കെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു പാരഗ്രാഫിന്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെയാണ്. They secure this privilege by peaceful ways of conquest and not by war. That's why okay, നമ്മൾ പീസ്ഫുൾ വേസ് ഓഫ് കോൺഗ്രസ് എന്ന് പറയുന്നതിനേക്കാളും നമ്മൾ നമ്മുടെ മൈൻഡ് ആൻഡ് ഹാർട്ട് കോൺഗ്രസ്, ഫിസിക്കൽ കോൺഗ്രസ് അല്ല, നമ്മൾ കൾച്ചറൽ എഫേർട്സിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ആ ക്രിയേറ്റീവ് കൺസ്ട്രക്റ്റീവ് ഫോഴ്സസിലൂടെയാണ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മുടെ കോൺഗ്രസ് റിമെമ്പേർഡ്. ആ ഒരു രീതിയിൽ ക്രിയേറ്റീവ് കൺസ്ട്രക്റ്റീവ് എഫേർട്സ് ഒന്നും കൂടെ മെൻഷൻ ചെയ്തിരുന്നെങ്കിൽ, ഈ ഒരു ക്രിയേറ്റീവ് കൺസ്ട്രക്റ്റീവ് എഫേർട്സ് കൂടെ മെൻഷൻ ചെയ്തിരുന്നെങ്കിൽ ഈ പാരഗ്രാഫ് കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു ഉത്തരം കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ സാധിച്ചേനെ. പക്ഷെ എങ്കിലും ഓക്കെയാണ്, കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം മാർക്ക് കിട്ടും. പിന്നെ നമ്മൾ തേർഡ് ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ആക്ച്വലി തേർഡ് ചോദ്യം എന്ന് പറഞ്ഞാൽ വൈ മെൻ ഓഫ് സ്വോർഡ് ആൻഡ് ദ വർക്ക്സ് ഫോർവേഡ് എന്ന ചോദ്യമായിരുന്നു. പക്ഷെ ആ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് എനിക്കത് തോന്നുന്നില്ല. ഇപ്പൊ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇന്ത്യ നീഡ്സ് എ ലീഡർഷിപ്പ് വിച്ച് ഇസ് ബേസ്ഡ് ഓൺ മോറൽ വാല്യൂസ്. വി ഡോണ്ട് വാണ്ട് ടു സ്പ്രെഡ് അവർ ഫെയിം ത്രൂ വാസ് ബട്ട് ഓൺലി ത്രൂ പീസ്ഫുൾ വേസ്. ദാറ്റ്സ് വൈ. എനിക്ക് തോന്നുന്നത് ഇത് കംപ്ലീറ്റ് ആയിട്ടില്ലെന്ന് തോന്നുന്നു. സോ വൈ മെൻ ഓഫ് സോർട്സ് ആൻഡ് വർക്ക്സ് ഫോർവേഡ് എന്ന ചോദ്യത്തിന് എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്, ഒന്ന് ഇപ്പം സ്വോർഡ് വഴി അല്ലെങ്കിൽ അത് ഹീൽ ചെയ്യുന്നതല്ല.
സോ അങ്ങനെ അപ്പോൾ അത് അങ്ങനെ എന്തൊക്കെ ആ ഒരു അതിന്റെ ഇമ്പാക്ട് ലാസ്റ്റ് ലോങ് എൻഡർ ചെയ്യത്തില്ല അല്ലെങ്കിൽ ലാസ്റ്റ് ലോങ് ചെയ്യത്തില്ല എന്നൊക്കെ ആ പാസേജ് പറയുന്നുണ്ട്. വേറൊരു ഉത്തരം നമ്മൾ ഡിസ്കസ് ചെയ്യും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമ്മൾ പറയാം. അപ്പോൾ ആ ഒരു ഐഡിയ കൺവേ ചെയ്യുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യുന്നതായിരിക്കും ഇതിന്റെ. അപ്പോൾ ഈ ഒരു ഉത്തരത്തിന് ചെറിയ ഇഷ്യൂസ് ഉണ്ട്, അത് അത്ര നല്ല രീതിയിൽ എഴുതിയിട്ടില്ല. പിന്നെ അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് ഒരു എന്താണ് ആ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന വൈറ്റൽ ക്വസ്റ്റ്യൻ എന്നാണ് ആ ചോദ്യം വന്നിരിക്കുന്നത്. നമുക്ക് കൊടുത്തിരിക്കുന്ന വൈറ്റൽ ക്വസ്റ്റ്യൻ വിച്ച് ഇസ് മെൻഷൻ അറ്റ് ദ പാസേജ് മെൻഷൻ ഇൻ ദ പാസേജ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അറ്റ് ദ പാസേജ് ഇസ് which force will triumph, whether the force of constructive and creative effort or the force of destruction? അപ്പം സ്വന്തം വ്യൂവും കൂടെ ചോദിച്ചിട്ടുണ്ട്. സോ മൈ വ്യൂ ഇസ് ദാറ്റ് ന്യൂ ജനറേഷൻ ഇസ് അവെയർ ഓഫ് ദ പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ഇന്ത്യ. വി വിൽ നോട്ട് ബി carried away by the passion and hatred. We all hopefully wish for a better tomorrow. ഓക്കെ, സ്വന്തം ഒപ്പീനിയൻ കൂടെ ചോദിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല രീതിയിൽ ഈ ഒരു ഉത്തരം കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഓവറോൾ ഈ പാസേജ് നല്ലൊരു ഗുഡ് പെർഫോമൻസ് ആണ്. കാര്യം ഒരു ക്വസ്റ്റ്യന് ഇച്ചിരി വഴിമാറി ചിന്തിച്ചു, ബാക്കി എല്ലാ കാര്യത്തിലും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഓവറോൾ ഈ ഒരു പാസേജിന്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ആളുടെ പാസേജ് നമുക്ക് നോക്കാം. കോംപ്രിഹെൻഷൻ. സോ ഈ ഒരു സ്റ്റുഡന്റിന്റെ പാസേജ് എനിക്ക് തോന്നുന്നു ടൈം കിട്ടിയില്ലെന്ന് തോന്നുന്നു, വളരെ ഇൻകംപ്ലീറ്റ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പം വാട്ട് ഹേർഡിൽ ദ പ്രോഗ്രസ് ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചത് ഔട്ട്സൈഡ് ഇൻഫ്ലുവൻസ് സ്റ്റേറ്റ്സ് ഓഫ് ഔട്ട്ലുക്ക്, അത് മൊത്തത്തിൽ തെറ്റാണ്. കാര്യം നമ്മൾ ഔട്ട്സൈഡ് ഇൻഫ്ലുവൻസിൽ നിന്ന് മാറി നമ്മൾ സ്വയം ഉള്ളിലേക്ക് ഒതുങ്ങിയപ്പോഴാണ് നമ്മുടെ പ്രോഗ്രസ് ഹേർഡിലായത്. അങ്ങനെ ആ ഒരു പാസേജ് മീൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പിന്നെ സെക്കൻഡിന് ഒറ്റ ലൈൻ 4 വേർഡുള്ള ഒരു സെന്റൻസ് ആണ് കൊടുത്തത്, ക്രിയേറ്റീവ് ഡയറക്റ്റഡ് ആക്ഷൻസ് ഇൻ സ്പീച്ച്. അതും ഈ പാസേജിന് നമുക്ക് പോരാ, അതും മാർക്കൊന്നും കിട്ടത്തില്ല. പിന്നെ മൂന്നാമത്തെ വൈ മറ്റേ മെൻ ഓഫ് സ്പോർട്സ് ആൻഡ് വർക്ക്സ് ഫോർഗോട്ടൺ, ആ ഒരു ചോദ്യമാണ്. ഇഞ്ചുറീസ് വിത്ത് സ്പോർട്സ് ക്യാൻ ഹീൽ ആൻഡ് ബി ഫോർഗോട്ടൺ ലേറ്റർ ഓൺ. എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അതിൽ നേരെ കോൺട്രറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നാലാമത്തേതെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, ഇന്ത്യസ് കോൺഗ്രസ് എന്തുകൊണ്ട് റിമെമ്പേർഡ് ആണെന്നുള്ള ചോദ്യം. ഇന്ത്യസ് കോൺഗ്രസ് വെർ നോട്ട് വിത്ത് സ്പോർട്സ് ബട്ട് വിത്ത് കൺസ്ട്രക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ് വേർഡ്സ് ആൻഡ് തോട്ട്സ്. ഇതിന് മാർക്ക് കിട്ടും, ഇതിന് അത്യാവശ്യം എഴുതിയിട്ടുണ്ട്, മാർക്ക് കിട്ടും. അഞ്ചാമത്തെ നമ്മുടെ ആ ക്വസ്റ്റ്യൻ ആണ്, കൺസ്ട്രക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ് എഫേർട്സ് വിൽ ഓവർറൈഡ് ദ ഡിസ്ട്രക്റ്റീവ് അപ്രോച്ച്. ഡിപ്ലോമാറ്റിക് ആക്ഷൻസ് ക്യാൻ ബി ടേക്കൺ വിത്ത് ഇനഫ് വിൽ ബി ഇനഫ് ദൻ കിങ്. സോ ഇതും കുറച്ച് വല്ല മാർക്കും കിട്ടിയല്ല, പക്ഷെ എന്നാലും മൊത്തത്തിൽ ഒരു ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആണ്. സോ പാരഗ്രാഫ് ഞാൻ ഈ കോംപ്രിഹെൻഷൻ ഇത്തവണത്തെ കോംപ്രിഹെൻഷനിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും പറയത്തില്ല. കാര്യം ടൈം കുറവായിരുന്നു, കോംപ്രിഹെൻഷൻ അല്ലെങ്കിൽ പാസേജിന്റെ ലെവലും കൂടുതലായിരുന്നു. സോ നമുക്ക് അടുത്ത തവണ കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള കോംപ്രിഹെൻഷൻ അതിന്റെ പെർഫോമൻസ് നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ അടുത്ത സ്റ്റുഡന്റിന്റെ പാസേജ് നോക്കുവാണെങ്കിൽ ഇതും കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓക്കെ, കുഴപ്പമില്ലാത്തൊരു കോംപ്രിഹെൻഷൻ ആണെന്ന് തോന്നുന്നു. ഫസ്റ്റ് ചോദ്യം എന്ന് പറഞ്ഞാൽ ഓക്കെ, നമ്മുടെ എന്തുകൊണ്ടാണ് ഇങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രസ് ഹേർഡിലായെന്ന്. വെൻ ദേ ഹാഡ് നാരോ മൈൻഡ് ഔട്ട്ലുക്ക് ആൻഡ് വെൻ ദേ റെഡ്യൂസ് more influence from outside control, we suffered a lot, which hurtled the progress of India. വൺ ലൈനിലാണ് കൊടുത്തിരിക്കുന്നത്, എന്തായാലും അത്യാവശ്യം മാർക്ക് കിട്ടും. യുണീക്നെസ് ഓഫ് ഇന്ത്യൻ വൈറ്റാലിറ്റി വാസ് കൺസ്ട്രക്റ്റീവ് ആൻഡ് വെരി ക്രിയേറ്റീവ് എഫേർട്സ് വിച്ച് സ്പ്രെഡ് ടു ഓൾ പാർട്സ് ഓഫ് ഏഷ്യൻ വേൾഡ്. എഫേർട്സ് ഒന്നും കൂടി ഇത്രയും നല്ലതായിരുന്നു. ഇതിനും അത്യാവശ്യം മാർക്ക് കിട്ടും, കുഴപ്പമില്ലാത്ത രീതി ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തേത് കോൺഗ്രസ് വെർ നോട്ട് സോ മച്ച് ഓഫ് ഗുഡ് അല്ലെങ്കിൽ സോഡ്, എന്താ ഇതെന്നറിയില്ല, ആൻഡ് ദെയർ ഹാർഡ് വർക്ക് വാസ് ഫോർഗോട്ടൺ. അതെനിക്ക് തോന്നുന്നില്ല ആ ഒരു നമുക്ക് വേണ്ട ഉത്തരവായിട്ട് അലൈൻ ആവുന്നില്ല. സോ അത് തെറ്റാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നാലാമത്തേത് ഇന്ത്യയുടെ കോൺഗ്രസ് എന്തുകൊണ്ട് റിമെമ്പർ ചെയ്യുന്നുള്ള ചോദ്യമാണ്. ദ കോൺഗ്രസ് ഓഫ് ഇന്ത്യ ഇസ് ഓൾവേസ് റിമെമ്പേർഡ് ഡ്യൂ ടു ദ ഹാർഡ് വർക്ക് ആൻഡ് ദ ഗുഡ് ഹാർട്ട്, നോട്ട് ഓൺലി ഇൻ ഇന്ത്യ ബട്ട് ഓൾസോ. പക്ഷെ ഇത് അത്യാവശ്യം കുറച്ച് മാർക്ക് കിട്ടും, പക്ഷെ കുറച്ചും കൂടെ പോയിന്റ്സ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ആസ്പിറന്റിന്റെ പേപ്പറിലൊക്കെ ഡിസ്കസ് ചെയ്തിരുന്ന കുറച്ചും കൂടെ പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണം. കുറച്ച് മാർക്ക് കിട്ടും, പക്ഷെ എങ്കിലും ഓക്കെ, ജസ്റ്റ് ഓക്കെ എന്ന് പറയാൻ പറ്റില്ല, കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അഞ്ചാമത്തെ ചോദ്യം, ഈ ഒരു ആസ്പിറന്റ് അഞ്ചാമത്തെ ചോദ്യം കൊടുത്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സാരമില്ല, കുഴപ്പമില്ല, നമുക്ക് അടുത്തതാണ്. ഇത് കമ്പാരിറ്റീവ്ലി ബുദ്ധിമുട്ടുള്ള ഒരു പാസേജ് ആയിരുന്നു, അതുകൊണ്ട് സാരമില്ല. ഓക്കെ, ഇനി അടുത്ത ആസ്പിറന്റിന്റെ പാസേജ് നോക്കുവാണെങ്കിൽ
So what hurdled the progress of India? First question. Progress in India was hurdled when our forefathers' clear and fearless views and open minds shrank from outside influences. Their views became narrow in outlook and were often influenced by external forces. So India suffered both politically and culturally. കുഴപ്പമില്ല. പക്ഷെ ഇതിനകത്ത് ഈ ഒരു ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. Their views became narrow in outlook and were often influenced by external forces. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇദ്ദേഹം എഴുതി വെച്ചേക്കുന്ന രീതി അനുസരിച്ച് ഇപ്പം നാരോ ഔട്ട്ലുക്ക് ഉണ്ടാകാനുള്ള ഒരു കാരണമായിട്ട് കൊടുത്തിരിക്കുന്ന ഇൻഫ്ലുവൻസ് ബൈ എക്സ്റ്റേണൽ ഫോഴ്സസ് എന്നാണ്. അതെനിക്ക് തോന്നുന്നില്ല കറക്റ്റ് അപ്രോപ്രിയേറ്റ് ആണെന്ന്. നമ്മുടെ എക്സ്റ്റേണൽ വേൾഡുമായിട്ടുള്ള ഇൻഫ്ലുവൻസ് കുറഞ്ഞു വന്നപ്പോഴാണ് നമ്മൾ നാരോ ഔട്ട്ലുക്ക് ഉണ്ടായത്. അങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രസ് ഹേർഡിലായത്. ആ രീതിയിലാണ് പാസേജ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെന്റൻസ് ഇൻഅപ്രോപ്രിയേറ്റ് ആണ്, ഈ ഒരു ഭാഗം. ബാക്കിയെല്ലാം കുഴപ്പമില്ല. ബാക്കി യുണീക്നെസ് ഓഫ് ഇന്ത്യൻ വൈറ്റാലിറ്റി ഈസ് ദാറ്റ് ഈവൻ ദോ Indians were met with many misery and suffering, the constructive and creative efforts continued. The efforts spread to many parts of Asian world and elsewhere, and it brought many conquests. These conquests were not battle of physical strength but of heart and mind. നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റേ ആര് നമ്മൾ ഇതിനും ഡിസ്കസ് ചെയ്ത ബെറ്റർ ആയിട്ടുള്ള കോമ്പറൻസിനേക്കാളും ബെറ്റർ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. ഇനി അടുത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ ആ പറയുന്ന men of sword and the work forgotten. The creative and constructive efforts brought conquests which were not of physical strength but of mind and heart, and it healed them. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പം ക്രിയേറ്റീവ് ആൻഡ് കൺസ്ട്രക്റ്റീവ് എഫേർട്സ് വഴിയുള്ള കോൺക്വസ്റ്റുകൾ അല്ലെങ്കിൽ ആ പറയുന്ന ഇൻഫ്ലുവൻസസ് അല്ലെങ്കിൽ ഔട്ട്റീച്ച് അത് ഹീൽ ചെയ്യാനും എൻഡർ ചെയ്യാനുള്ള സ്ട്രെങ്ത് അതിനുണ്ട്. പക്ഷെ മെൻ ഓഫ് സ്വോർഡ് അല്ലെങ്കിൽ സ്വോർഡ് വഴി അല്ലെങ്കിൽ സ്വോർഡ് വഴിയുള്ള ഫിസിക്കൽ കോൺക്വസ്റ്റിന് ആ ഒരു പ്രത്യേകിച്ച് ആ ഒരു ക്യാരക്ടറിസ്റ്റിക് ഇല്ല. അതുകൊണ്ടാണ് അവരുടെ എപ്പോഴും ഓർത്തെടുക്കാത്ത അല്ലെങ്കിൽ മറന്നു പോകുന്നത്. സോ മെൻ ഓഫ് സ്വോർഡ് വേ ഫോർഗോട്ടൻ. പക്ഷേ ഇത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. ക്രച്ച് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ആൻസർ കറക്റ്റ് ആണ്, പക്ഷെ എന്തുകൊണ്ട് മെൻ ഓഫ് സ്വോർഡ് ആൻഡ് വർക്ക് ഫോർഗോട്ടൻ എന്ന് പറയുമ്പോൾ ആ ഒരു ആൻസറുമായിട്ട് ഒന്ന് റിലേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതിപ്പം കുറച്ച് ലാസ്റ്റ് ഒരു സെന്റൻസ് മാത്രമാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്, പക്ഷെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് റീഫ്രേസ് ചെയ്യാവുന്നതാണ്. എങ്കിലും ഓക്കെയാണ്, അത്യാവശ്യം മാർക്ക് കിട്ടും. നാലാമത്തെ കോൺഗ്രസ്, ഇന്ത്യയുടെ കോൺഗ്രസ് എന്തുകൊണ്ട് റിമെമ്പേർഡ് ചെയ്യുന്നത്? കോൺഗ്രസ് ഓഫ് ഇന്ത്യ വിൽ ഓൾവേസ് റിമെമ്പേർഡ് ബിക്കോസ് ഇറ്റ് വാസ് ത്രൂ ഫോഴ്സ് ഓഫ് കൺസ്ട്രക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ് എഫേർട്സ്. ഇറ്റ് ഷോഡ് എ ഫിയർലെസ്നെസ് ഓഫ് അവർ ഫോർഫാദേഴ്സ് ആണെന്ന് തോന്നുന്നത്. കംപ്ലീറ്റ് ആയിട്ടില്ല, ഇത് കാണുന്നില്ല. എനിക്ക് കുഴപ്പമില്ല, കുറച്ചും കൂടെ ഒരു പോയിന്റും കൂടെ ആഡ് ചെയ്ത് നല്ലതായിരുന്നെങ്കിൽ ഓക്കെയാണ്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അഞ്ചാമത്തെ ചോദ്യം എന്താണ് ആ ക്വസ്റ്റിനെ പറ്റിയിട്ടുള്ളത്? ഫോഴ്സ് ഓഫ് കൺസ്ട്രക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ് എഫേർട്ട് ആർ ദ ഫോഴ്സസ് ഓഫ് ഡിസ്ട്രക്ഷൻ ഓർ ദ ഫോഴ്സ് ഓഫ് ഡിസ്ട്രക്ഷൻ വിച്ച് വിൽ ട്രയംഫ്. അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ. സോ ഇൻ മൈ ഒപ്പീനിയൻ ദ ഫോഴ്സസ് ഓഫ് കൺസ്ട്രക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ് എഫേർട്ട് വിൽ ട്രയംഫ് ആസ് നത്തിങ് ക്യാൻ ബി അച്ചീവ്ഡ് വിത്തൗട്ട് എഫേർട്സ് ഓഫ് റൈറ്റസ്നെസ് ഓൾവേസ് വിൻസ്. നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ എഴുതിയിട്ടുണ്ട്, സിമ്പിൾ ആയിട്ട് എഴുതിയിട്ടുണ്ട്. സോ ഓവറോൾ ഇത് നല്ലൊരു ഗുഡ് എഫേർട്ടാണ്. കോമ്പിനേഷൻ ഓവറോൾ നല്ലൊരു പെർഫോമൻസ് ആണ്. കമ്പാരിറ്റീവ് ഡിഫിക്കൽട്ടി ലെവൽ കമ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തൊരു കോമ്പിനേഷൻ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല, ബാക്കിയുള്ള സ്റ്റുഡൻസിന്റെ കോംപ്രിഹെൻഷൻ നിങ്ങൾ തന്നിട്ടുള്ള കോപ്പിനകത്ത് കണ്ടില്ല. സോ നമ്മുടെ വീഡിയോ, ഈ ഒരു ഷോർട്ട് വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ 5-6 ആസ്പിറൻസിന്റെ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ബാക്കിയുള്ളത് ഞാൻ PDF ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തി ആണ്, അതുപോലെ ഇപ്പം കുറച്ച് അത്ര ഇൻട്രസ്റ്റിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, കുറച്ച് ബോറിംഗ് ആണ്. നമ്മൾ ആ ഒരു ആസ്പിറന്റിന്റെ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഓക്കെയാണ്. ബാക്കിയുള്ളവർക്ക് ഇപ്പം ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ യൂസ്ഫുൾ ആണ്, പക്ഷെ അങ്ങനെ ലാഗ് ഉള്ളതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് കമ്പാരിറ്റീവ് അവോയ്ഡ് ചെയ്യുന്നത്. പക്ഷേ ഒരു ഡിസ്കഷന്റെ ഫസ്റ്റ് സെറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ളവരുടെ ആൻസർ കോപ്പീസ് ഞാൻ PDF ആയിട്ടാണ് കൊടുക്കുന്നത്. സോ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു വീഡിയോ കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇപ്പം നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് ഈ പേപ്പേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ആൻസർ കോപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ ആ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഈ ഒരു വീഡിയോയിലുള്ള ഡിസ്കഷൻസ് കാണുമ്പോഴേക്കും നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് തെറ്റ് വരുന്നത് നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഇനി ഒരുപാട് ലെങ്തി ആയെന്ന് തോന്നി ഈ വീഡിയോ. എനിവേ സോ നല്ല ക്ഷമയോടെ ഇരുന്ന് കാണുക. ക്ഷമയോടെ ഇരുന്ന് കണ്ടവർക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു.